എന്തുകൊണ്ട് CPM-നെ മാത്രം വിമർശിക്കുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങളിൽ വിമർശിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് വിമർശിച്ചത്. നമസ്കാരം, എൻ്റെ പേര് ലിനു എന്നാണ്. ഈ KP ടോക്സിലൂടെ ഞാൻ ഇടുന്ന വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമുണ്ട്. ഞാനൊരു വളരെ ശക്തനായ കോൺഗ്രസ് പ്രവർത്തകനാണ്, അല്ലെങ്കിൽ ഒരു കൊങ്ങിയാണ് എന്നുള്ള രീതിയിലാണ് എല്ലാവരും സംസാരിക്കുന്നതും പെരുമാറുന്നതും. നിങ്ങൾക്ക് എൻ്റെ ചില പോസ്റ്റുകൾ കാണുമ്പോൾ ഞാൻ കൊങ്ങിയാണെന്ന് തോന്നിയേക്കാം, ചില പോസ്റ്റുകൾ കാണുമ്പോൾ ഞാൻ സംഖ്യയാണെന്ന് തോന്നിയേക്കാം. പക്ഷെ കൂടുതലും എൻ്റെ പേജിൽ വരുന്ന വിമർശനങ്ങളും എൻ്റെ ട്രോളുകളും എൻ്റെ സംസാരങ്ങളും ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരാണ് എന്നുള്ളതാണ് പൊതുവെ സംസാരിക്കുന്നത്. അങ്ങനെ തന്നെയാണ്, ഞാൻ വിമർശിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തന്നെയാണ്. ഇനി ഞാൻ എന്നെ പറ്റി പറയാം. ഞാൻ കൊട്ടാരക്കരയിലെ കരിക്കം എന്നൊരു സ്ഥലത്ത് ജനിച്ചു വളർന്ന ഒരാളാണ്. അതായത് ഇപ്പോൾ പത്തനാപുരം മണ്ഡലം KB ഗണേഷ് കുമാറിന്റെ മണ്ഡലത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് തേവന്നൂർ എന്നൊരു സ്ഥലത്താണ്. അതായത് കൊട്ടാരക്കര മണ്ഡലത്തിലെ ആയൂർ എന്ന സ്ഥലത്ത് തേവന്നൂർ എന്നൊരു ഗ്രാമത്തിലാണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ ഒരു കൊങ്ങിയാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ എനിക്ക് ചിലത് പറയാനുണ്ട്. അത് നിങ്ങൾ കേൾക്കുക. ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ കേൾക്കുക. എന്നെ ചീത്ത വിളിക്കുന്നവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരും എൻ്റെ വീഡിയോ കാണുന്നവരും ഈ വീഡിയോ മുഴുവൻ കാണുക. ഞാൻ പറയാം. ഞാൻ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ, അതായത് ഈ 2025 ഡിസംബറിൽ നടന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷന് തൊട്ട് മുൻപ് വരെ, ഏകദേശം ഒരു മാസം മുൻപ് വരെ ഒരു ശക്തനായ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിരുന്നു. നിങ്ങൾ ഈ പറയുന്ന കണക്ക് ഒരു അന്തം കമ്മിയായിരുന്നു. ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ന്യായീകരിച്ചും പിണറായി വിജയനെയും കമ്മ്യൂണിസ്റ്റിനെയും CPM-നെയും CPI-യെയും അവർ ചെയ്യുന്ന എന്തെല്ലാം ഉണ്ടോ അതിനെയൊക്കെ ന്യായീകരിച്ച് നടന്ന ഒരു അന്തം കമ്മി തന്നെ ആയിരുന്നു. ആർക്കെങ്കിലും സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, അവിടെ നിന്ന് ഞാൻ എങ്ങനെ കമ്മ്യൂണിസ്റ്റ് വിരോധിയായി, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിനെതിരായി സംസാരിക്കാൻ തുടങ്ങി എന്ന് ചോദിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനൊരു ക്ഷീരകർഷകനായിരുന്നു. ഞാൻ ഗൾഫിലായിരുന്നു. കൊറോണ സമയത്ത് നാട്ടിൽ വന്ന് പെട്ടുപോയി, ക്വാറന്റൈൻ ഇരുന്ന് ഇവിടെ പെട്ടുപോയ ഒരു പാവം പ്രവാസിയാണ്. നിലവിൽ ഒരു ക്ഷീരകർഷകനായിരുന്നു, ഇപ്പോൾ ക്ഷീരകർഷകനല്ല. ഞാൻ 2020 നാട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് സുഭിക്ഷ കേരളം പദ്ധതി എന്നൊരു സ്കീം ഉണ്ടായിരുന്നു അന്ന്. അതിനകത്ത് എനിക്ക് 2 കറവ പശുവിനെ കിട്ടി. ഞാൻ സുഭിക്ഷ കേരളം പദ്ധതിയിൽ അർഹനായിരുന്നിട്ട് പോലും എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ റെക്കമെൻഡേഷൻ, അതായത് ഏരിയ സെക്രട്ടറിയുടെയും അല്ലെങ്കിൽ അന്നത്തെ ബ്രാഞ്ച് അംഗങ്ങളുടെയും ഒക്കെ റെക്കമെൻഡേഷനിലാണ് എനിക്ക് 2 കറവ പശു കിട്ടിയത്. എന്തുകൊണ്ട് എനിക്ക് റെക്കമെൻഡേഷനിൽ കിട്ടി എന്ന് ചോദിച്ചാൽ, കേരളത്തിലെ സിസ്റ്റം അങ്ങനെയാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ അംഗമല്ലെങ്കിലോ, നിങ്ങൾ ഏതെങ്കിലും ഒരു പാർട്ടി അനുഭാവി അല്ലെങ്കിലോ, പാർട്ടി നേതാക്കളുടെ റെക്കമെൻഡേഷൻ ഇല്ലെങ്കിലോ നിങ്ങൾക്ക് കേരളത്തിൽ ഒരു ആനുകൂല്യവും കിട്ടാൻ പോകുന്നില്ല. അത് കേരളത്തിൽ എന്നല്ല, കേരളത്തിലെ ഒരു സ്ഥലത്തും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ നിങ്ങൾക്ക് ഒരു പാർട്ടി ഇല്ലാതെ നിങ്ങൾ ഒരു നിഷ്പക്ഷനാണെങ്കിൽ 1 കിലോ അരി പോലും സർക്കാർ ആനുകൂല്യം നിങ്ങൾക്ക് കിട്ടൂല. അതിന്റെ പേരിൽ എനിക്ക് എന്ത് കിട്ടി? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ, CPM-ന്റെ നേതാക്കന്മാരുടെ റെക്കമെൻഡേഷനിൽ 2 കറവ പശുവിനെ കിട്ടി. ആ 2 കറവ പശുവിനെ നിന്ന് തുടങ്ങിയ ഞാൻ 2025 അവസാനം ഡിസംബറിൽ ഈ ക്ഷീരമേഖല ഉപേക്ഷിക്കുന്ന സമയം വരെ എനിക്ക് ഏകദേശം 45 പശുവിലധികം ഞാൻ വളർത്തിയിട്ടുണ്ട്. 20 പശുവിലധികം ഒരേ സമയം എൻ്റെ ഷെഡിൽ ഉണ്ടായിരുന്നു. അതുപോലെ അതിൻ്റെ കുട്ടികളും ഉണ്ടായിരുന്നു. എങ്ങനെ ക്ഷീരമേഖല പൊട്ടിപ്പോയി? കേരളത്തിലെ എല്ലാ ക്ഷീരകർഷകരും അനുഭവിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി എന്നെയും പിടികൂടി. അങ്ങനെ വന്ന സമയത്ത് എനിക്ക് കുറച്ച് സാമ്പത്തികമായ പ്രശ്നങ്ങൾ, എല്ലാവർക്കും ഉണ്ടാവുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ, എനിക്ക് പരിഹരിക്കാൻ പറ്റുന്ന ചില സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് അതുമായി ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങളിൽ നിന്ന സമയത്താണ് ഈ പറയുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നത്. ആ ഇലക്ഷന്റെ സമയത്ത് അതിനു മുന്നോടിയായി ഇവിടുത്തെ ലോക്കൽ CPM ആൾക്കാരുമായിട്ടുള്ള ചില തർക്കത്തിന്റെ പേരിൽ എനിക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? എനിക്ക് മാനസികമായി അവരോട് ഒത്തുപോകാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് ആ പാർട്ടിയിൽ നിന്നും മാറേണ്ടി വന്നു. ഇപ്പോഴും ഞാൻ കോൺഗ്രസിന്റെ അംഗത്വം എടുക്കുകയോ BJP-യുടെ അംഗത്വം എടുക്കുകയോ ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് നിലവിൽ ഒരു പാർട്ടിയുടെ അംഗത്വം ഇല്ല. ഞാൻ അന്ന് ആ ഇലക്ഷന്റെ സമയത്ത് ഇവിടുത്തെ ഞങ്ങളുടെ മുൻ മെമ്പർ ആയിരുന്നു ലാലി ടീച്ചർ, അവർക്ക് വേണ്ടി ഞാൻ വോട്ട് പിടിക്കാനും കാര്യങ്ങൾക്കും ഒക്കെ ഇറങ്ങി. അവർ ജയിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നതും വീഡിയോ ഇട്ട് തുടങ്ങുന്നതും. എന്തുകൊണ്ട് CPM-നെ മാത്രം വിമർശിക്കുന്നു എന്ന് ചോദിച്ചാൽ, നിങ്ങളിൽ വിമർശിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് വിമർശിച്ചത്. കോൺഗ്രസ് പാർട്ടിയിൽ വിമർശിക്കാനുണ്ട്, അവരെയും വിമർശിക്കും. BJP-ക്കാരെ വിമർശിക്കാനുണ്ട്, അവരെയും വിമർശിക്കും. പിന്നെ ഇതിൽ എനിക്ക് CPM-ന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും എനിക്ക് അർഹതയില്ലാത്ത എന്തെങ്കിലും ഒരു ആനുകൂല്യം മേടിച്ച് തന്നു എന്ന് ആർക്കെങ്കിലും തോന്നുന്നു എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തോന്നൽ മാത്രമാണ്. അങ്ങനെ നിങ്ങൾ ഇടപെട്ട് എന്തെങ്കിലും എനിക്കൊരു ആനുകൂല്യം മേടിച്ച് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇവിടുത്തെ സിസ്റ്റത്തിന്റെ കുഴപ്പമാണ്.
നിഷ്പക്ഷനായ ഒരു മനുഷ്യൻ ഇവിടെ ഒന്നും കിട്ടത്തില്ല, റെക്കമെൻഡേഷൻ വഴിയേ പോകത്തുള്ളൂ എന്നുണ്ടെങ്കിൽ അത് ആദ്യം മാറ്റേണ്ടത് ആ സിസ്റ്റമാണ് മാറ്റേണ്ടത്. എന്നിട്ടും എനിക്ക് റെക്കമെൻഡേഷനിൽ കിട്ടി എന്നുണ്ടെങ്കിൽ എനിക്ക് അർഹതയില്ലാത്ത ഒരു കാര്യവും കിട്ടിയിട്ടില്ല. ഇന്നേ വരെ CPM-ന്റെ ഈ 2 പശുക്കളല്ലാതെ CPM-ന്റെ റെക്കമെൻഡേഷനിലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ റെക്കമെൻഡേഷനിലോ എൻ്റെ വീട്ടിൽ 1 കിലോ അരി പോലും ഞാൻ മേടിച്ചിട്ടില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഇനി ഞാൻ ന്യായീകരണ തൊഴിലാളി ആയിരുന്നപ്പോൾ എൻ്റെ തോളയിൽ കൈയിട്ടുകൊണ്ട് നടന്ന ആളുകൾ ഇന്ന് എന്നെ കൂട്ടമായി ചേർന്ന് നിന്ന് എന്നെ ഒറ്റപ്പെടുത്തുകയും എന്നെ നീ എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ പറയുന്നു, നിനക്ക് ഞങ്ങൾ പശുവിനെ വാങ്ങിച്ചു തന്നു, പശുവിന്റെ സബ്സിഡി വാങ്ങിച്ചു തന്നു, എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നു എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് അർഹതയുള്ളതാണ് ഞാൻ വാങ്ങിച്ചത്. ഞാനൊരു കർഷകനായതുകൊണ്ടാണ് വാങ്ങിച്ചത്. ഞാനൊരു നല്ല കർഷകനായതുകൊണ്ടാണ് 2024-25 വർഷത്തെ ഏറ്റവും ഉമ്മന്നൂർ പഞ്ചായത്തിലെ ഏറ്റവും മികച്ച ക്ഷീരകർഷകനുള്ള അവാർഡ് എനിക്ക് കിട്ടിയത്. രണ്ടാമത് 25 ഡിസംബറിൽ എനിക്ക് ഒരു അവാർഡും കൂടെ കിട്ടി. ഏതാണ്? വെട്ടിക്കോല ബ്ലോക്കിലെ മികച്ച കർഷകർക്കുള്ള അവാർഡും എനിക്ക് കിട്ടി. ഇത് വെറുതെ പറയുന്നതല്ല, ഇത് രണ്ടും എനിക്ക് കിട്ടിയ അവാർഡുകൾ തന്നെയാണ്. ഞാനൊരു ക്ഷീരകർഷകനായതുകൊണ്ട് എനിക്ക് കിട്ടിയതാ. പിന്നെ ഇനിയും ഞാൻ CPM-നെയോ കോൺഗ്രസിനെയോ BJP-യോ വിമർശിക്കുക എന്നുള്ളത്, എൻ്റെ ഭാഗം പറയുക എന്നുള്ളത് ഇന്ത്യയിൽ ഒരു പൗരൻ എന്ന നിലയിൽ എൻ്റെ അവകാശമാണ്. അതിന് എന്നെ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ എന്നെ അങ്ങനെ ചെയ്തു കളയും ഇങ്ങനെ ചെയ്തു കളയും എന്നുള്ള പേടിയൊന്നും എനിക്കില്ല. അങ്ങനത്തെ ഒരു പേടിച്ച് ജീവിക്കുന്ന ഒരാളുമല്ല ഞാൻ. ഇപ്പോഴും പറയുന്നു, നിങ്ങളുടെ പാർട്ടിയുടെയോ CPM-ന്റെയോ തിണ്ണ നിറങ്ങി എനിക്ക് അർഹതയില്ലാത്ത ഒരു ആനുകൂല്യവും ഞാൻ മേടിക്കാൻ വന്നിട്ടില്ല, ഇനി വരത്തുമില്ല. ഇനിയും CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും വിമർശിക്കാനുള്ളത് വിമർശിക്കും. അതിനെ നിങ്ങൾ നേരിടുന്നത് തെറിയാണെങ്കിൽ തെറി രൂപത്തിൽ തന്നെ ഞാൻ തിരിച്ചു നേരിടും. ഞാൻ പറയുന്നതിൽ എൻ്റെ രാഷ്ട്രീയം നോക്കാതെ പറയുന്നതിൽ കാര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കേൾക്കുക. ഇപ്പോൾ 36 വയസ്സുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ 16ാമത്തെ വയസ്സിൽ +1 ജോയിൻ ചെയ്ത സമയം മുതൽ SFIയുടെ ആക്റ്റീവ് പ്രവർത്തകനായിരുന്നു. 35ാമത്തെ വയസ്സ് വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സപ്പോർട്ട് ചെയ്തല്ലാതെ ഒരു കാര്യത്തിൽ നിന്നിട്ടില്ല. എന്തുകൊണ്ട് മാറി എന്ന് ചോദിച്ചാൽ ആ മാറ്റത്തിന് ഇപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ് കാരണം. ഞാൻ മാത്രമല്ലല്ലോ മാറിയത്, എത്രയോ പേര് മാറിയിട്ടുണ്ടാവും. അങ്ങനെ മാറിയിട്ടുണ്ട് എന്ന്, ഞാൻ മാറിയത് നിങ്ങൾക്കൊന്നുമല്ല, അതെനിക്ക് കൃത്യമായിട്ട് അറിയാം. നിങ്ങളുടെ നേതാക്കന്മാർ വരെ പോകുന്നുണ്ട്. പക്ഷേ എത്രയോ പേര് അന്തം കമ്മികളായിട്ടിരുന്ന എത്രയോ പേര് ഇന്ന് മറ്റു പാർട്ടികളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ പാർട്ടിയിൽ ചേരാതെ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധപതനമാണ്. നിങ്ങൾ നിങ്ങളുടെ ആശയങ്ങളിൽ നിന്നും നിങ്ങളുടെ ഐഡിയോളജിയിൽ നിന്നും മാറിപ്പോയതുകൊണ്ട് മാത്രമാണ്. വീണ്ടും ഞാൻ പറയുന്നു, ഞാൻ പറയുന്ന വീഡിയോകളിൽ കാര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ന്യായമായ ഭാഷയിൽ നിങ്ങൾക്ക് എന്നെ വിമർശിക്കാം. അത് ഞാൻ ആ രീതിയിൽ എടുക്കും. തെറിയായിട്ടും ഭീഷണിയായിട്ടും ആണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ പൊക്കോ. നിങ്ങൾക്ക് ആർക്കും എൻ്റെ വാ മൂടി കെട്ടാനുള്ള യാതൊരു അധികാരവും ഇല്ല, അർഹതയില്ല, അവകാശമില്ല. ഇത് ഞാൻ ഇന്ത്യൻ പൗരനാണ്. എനിക്ക് എൻ്റെ ഭാഗം സംസാരിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. അൺലെസ് ആൻഡ് അണ്ടിൽ ഞാൻ നിങ്ങളെ എന്തെങ്കിലും മോശമായി പറയുകയോ എന്തെങ്കിലും രീതിയിൽ നിങ്ങളെ ഹർട്ട് ചെയ്യുകയോ ചെയ്താൽ മാത്രം നിങ്ങൾക്ക് എന്നെ എന്ത് ചെയ്യാം? അതേ രീതിയിൽ റിപ്ലൈ ചെയ്യാം. അല്ലാത്തിടത്തോളം കാലം ഞാൻ പറയുന്ന കാര്യങ്ങൾ കാര്യമുണ്ടോ എന്ന് മാത്രം നോക്കുക.